നമസ്കാരം. ലേറ്റ് എഡിഷനിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ അമൃത പണിക്കാർ. നോക്കാം വാർത്തകൾ വിശദമായി. UAE-യിലെ റോഡുകളിൽ ട്രക്കുകൾക്ക് നൽകിയ ഇളവുകൾ ഞായർ വരെ നീട്ടി. ഭക്ഷ്യവിതരണം സുഗമമാക്കാനാണ് ഇളവ് നീട്ടിയത്. UAE-യിൽ സ്കൂളുകൾക്കുള്ള സ്പ്രിംഗ് അവധി സർക്കാർ പുനഃക്രമീകരിച്ചു. മാർച്ച് 23-നാണ് സ്പ്രിംഗ് അവധിയുടെ ഭാഗമായി UAE-യിൽ ഇനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുക. ദുബായിൽ നിന്ന് മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. റഹീസ്, ട്രക്കുകൾക്ക് നൽകിയ ഇളവുകൾ ഇത് എത്ര വരെയാണ് നീട്ടിയത്? വിവരങ്ങൾ എങ്ങനെ? അമൃത, നിലവിൽ ഈ ഇറാന്റെ ആക്രമണം ഉണ്ടാക്കിയ ഒരു കുറച്ചു പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ കുറച്ച് നിയന്ത്രണങ്ങൾ, അതൊക്കെ കൊണ്ട് കുറച്ച് മാറ്റങ്ങൾ രാജ്യത്ത് വരുത്താൻ UAE നിർബന്ധിതമായിരിക്കുകയാണ്. UAE മാത്രമല്ല, ഒരുവിധം ഗൾഫ് രാജ്യങ്ങളൊക്കെയും തങ്ങളുടെ രാഷ്ട്രങ്ങളിൽ അതത് രീതിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താനുള്ള തീരുമാനം കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെയും. പ്രത്യേകിച്ച് ഈ ട്രക്കുകളുടെ നിയന്ത്രണം, അത് UAE-യിൽ വളരെ കണിശമായി നടക്കുന്ന ഒന്നാണ്. വലിയ ട്രക്കുകൾക്ക് ചില റോഡുകളിലൂടെ ചില സമയങ്ങളിൽ യാത്ര ചെയ്യാൻ കഴിയില്ല. അത് പ്രത്യേകിച്ചും പകൽ സമയങ്ങളിൽ അങ്ങനെ യാത്ര ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്, ആ വാഹനങ്ങൾ ഓടിക്കാനാവില്ല എന്നുള്ളത് പണ്ട് മുതലുള്ള നിയമമാണ്. അതിൽ ഇളവ് കൊണ്ടുവന്നിരുന്നു. ആ ഇളവ് ഇന്ന് അവസാനിക്കാനിരിക്കുകയാണ്. അത് ഞായറാഴ്ച വരെയും നീട്ടിയത്. അതായത് ഈ ചരക്ക് ഗതാഗതം സുഗമമാക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ ട്രക്കുകൾ നിരത്തിൽ ഇറക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഒരു തരത്തിലും ഈ സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നതിന് ഒരു വീഴ്ചയും വരാൻ പാടില്ല. അപ്പോൾ അതൊക്കെയും മുൻനിർത്തിക്കൊണ്ടാണ് ഈ ട്രക്കുകൾ കൂടുതൽ സമയം ഓടുന്ന ഒരു രീതി, ആ ഒരു തീരുമാനം അത് കുറച്ചുകൂടി നീട്ടിയേക്കുന്നത്. മാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട തീരുമാനം വന്നിരിക്കുന്നത്, അതായത് ഇവിടെ സ്പ്രിംഗ് അവധിയുടെ സമയമാണ് മാർച്ച് ഈ മാസത്തിൽ. അത് ഒരു 2-2.5 ആഴ്ച സ്പ്രിംഗ് അവധി നൽകാറുണ്ട്. പക്ഷെ അത് വളരെ നേരത്തെ ഇത്തവണ സ്പ്രിംഗ് അവധി നൽകിയിരിക്കുകയാണ്. ഒരാഴ്ച മുൻപേ തന്നെ. അതായത് ഈ വെള്ളിയാഴ്ച വരെ റിമോട്ട് സ്കൂളിംഗ് ആണ്, റിമോട്ട് ലേണിംഗ് ആണ്, ഏതാണ്ട് ഓൺലൈൻ ക്ലാസ് പോലെയുള്ള ലേണിംഗ് ആണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് UAE-യിലുടനീളം. അതിനുശേഷം തിങ്കളാഴ്ച മുതൽ 22-ാം തീയതി വരെ സ്പ്രിംഗ് അവധി എന്ന നിലയിലേക്ക് നീട്ടി. അപ്പോൾ ഫലത്തിൽ ഇനി 23-ാം തീയതി മാത്രം കുട്ടികൾക്ക് ക്ലാസ്സിൽ പോയാൽ മതി. അത് യൂണിവേഴ്സിറ്റികളുടെ കാര്യത്തിലും അത് ബാധകമാണ്. അത് കൂടുതലായി കുട്ടികളെ സുരക്ഷിതരാക്കാൻ വീടുകളിൽ തന്നെ ഇരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം കൂടിയാണ്. അതിനപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട ഒരു തീരുമാനം കൂടി അല്പസമയത്തിന് മുൻപ് വന്നിട്ടുണ്ട്. അത് ഈ വിസ കാലാവധി കഴിഞ്ഞവരുടെ പിഴ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഈ ഓവർ സ്റ്റേ ഫൈൻ ഒഴിവാക്കിയതായി UAE അറിയിക്കുകയാണ്. വ്യോമപാത അടച്ചതിനെ തുടർന്ന് രാജ്യത്ത് കുടുങ്ങിയവരുടെ വിസ പിഴവുകൾ ഒഴിവാക്കിയിരിക്കുന്നു. വിമാനത്താവളങ്ങളിൽ കുടുങ്ങിയവർ, ഫെബ്രുവരി 28-ന് ശേഷം സന്ദർശക വിസ, ടൂറിസ്റ്റ് വിസ കാലാവധി തീർന്നവർ എന്നിവർക്ക് ഈ ഇളവ് ബാധകമാണ്. അവർക്ക് പിഴ അടയ്ക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം വന്നിരിക്കുന്നു. ഒപ്പം തന്നെ താമസ വിസ റദ്ദാക്കി രാജ്യം വിടാനിരുന്നവർക്കും ഫൈൻ ഉണ്ടായില്ല. UAE ICP ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ കുറെ ഇളവുകളൊക്കെയും കൊണ്ടുവന്നിരിക്കുന്നു. ജനജീവിതം പഴയപടി ആക്കിയെടുക്കാൻ സ്വാഭാവികമായിട്ടും കുറച്ച് സമയം ആവശ്യമായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ ഇങ്ങനെ കൈക്കൊണ്ട് വരികയാണ്. ഒരുവിധം ഈ സാമ്പത്തിക കേന്ദ്രങ്ങളൊക്കെ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കുറച്ച് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ പ്രവർത്തനം അത് 2-3 ദിവസം കൂടി ഉണ്ടാകില്ല എന്നാണ് നിലവിൽ അറിയിക്കുന്നത്. ഫലത്തിൽ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി, അല്ലെങ്കിൽ ഇന്നും ഇന്നലെയും കൂടി എടുത്തു നോക്കുകയാണെങ്കിൽ വലിയ തോതിലുള്ള ആക്രമണം, അത് US കോൺസുലേറ്റ് ആക്രമണം ഒഴികെ ബാക്കി വലിയ ആക്രമണങ്ങളൊന്നും ഇതുവരെ നടന്നിട്ടില്ല. ഈ ആക്രമണത്തിന്റെ തോത് പരിശോധിച്ചാലും മിസൈലുകൾ തടുത്തതിന്റെ എണ്ണം പരിശോധിച്ചാലും ഒക്കെ വലിയ കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വലിയ ഒരു ആശ്വാസം നൽകുന്നതാണ്. ഒപ്പം തന്നെ പ്രതീക്ഷ നൽകുന്നുണ്ട്. UAE സംബന്ധിച്ചിടത്തോളം പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുക എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ ജനങ്ങളുടെ ജീവിതം ഏതാണ്ട് പഴയ രീതിയിൽ തന്നെയാണ്. രാജ്യത്തിന്റെ പ്രവർത്തനവും ഏതാണ്ട് അതുപോലെ തന്നെ ആക്കിക്കൊണ്ടുവരാൻ ആ നിലയിലേക്ക് കുറെ കൂടിയൊക്കെ മാറുകയാണ് UAE. അതിന്റെ ഭാഗമായി കുറെ തീരുമാനങ്ങളൊക്കെയും കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും ഈ ആക്രമണം അത് തുടങ്ങിയതിനു ശേഷം ഏറ്റവും കൂടുതൽ സമാധാനം അനുഭവിച്ച ഒരു ദിവസം ഇന്നാണെന്ന് പറയേണ്ടി വരും. കാരണം രാവിലെ മുതൽ ഈ സമയം വരെയും ഒരു തരത്തിലും UAE-ക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടില്ല. അത് കുവൈറ്റ്, ബഹ്റൈൻ എന്നീ രാജ്യങ്ങൾക്ക് നേരെ മാത്രമാണ് ഗൾഫിൽ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു. എന്തായാലും നിലവിൽ സ്ഥിതിഗതികൾ വളരെ ശാന്തമാണ്. പ്രതീക്ഷ നൽകുന്ന തീരുമാനങ്ങളും നീക്കങ്ങളുമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അമൃത. ശരി. ദുബായിൽ നിന്ന് മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത്. ഇറാൻ US സംഘർഷം അയവില്ലാതെ തുടരുന്നതിനിടെ ഖത്തറിൽ ജനജീവിതം സാധാരണ നിലയിലേക്ക്. ഇന്ന് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിലും ജാഗ്രത തുടരുന്നുണ്ട്. രാജ്യത്തെ വിദേശ എംബസികളെയോ സൈനിക കേന്ദ്രങ്ങളെയോ ലക്ഷ്യമാക്കി നടത്തുന്ന ഏതാക്രമണവും ഖത്തറിന്റെ പരമാധികാരത്തിന് നേരെയുള്ള കയ്യേറ്റമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതിനിധി ഡോക്ടർ മാജിദ് അൽ അൻസാരി പറഞ്ഞു.
ആശങ്കയുടെയും ആക്രമണ ഭീഷണിയുടെയും 4 ദിവസങ്ങൾക്ക് ശേഷം ഖത്തർ സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ്. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്കൂളുകളും വിദൂര സമ്പ്രദായത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിലും കടകളും സ്ഥാപനങ്ങളും സാധാരണ നിലയിൽ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. അടിയന്തര സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് അത്യാവശ്യങ്ങൾക്കായി പുറത്തിറങ്ങാൻ അനുമതിയുള്ളതിനാൽ നമസ്കാര സമയങ്ങളിലും നോമ്പുതുറയ്ക്കും ആളുകൾ ഒത്തുകൂടുന്നുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ പൊതുജനങ്ങൾ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ മൊബൈൽ ഫോണുകളിൽ സന്ദേശങ്ങളായി അയക്കുന്നത് തുടരുകയാണ്. ഇതിനിടെ ഖത്തറിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ ഖത്തർ വീണ്ടും ശക്തമായി അപലപിച്ചു. US സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമിച്ചതെന്ന ഇറാന്റെ വാദം അടിസ്ഥാനരഹിതമാണെന്നും ഇത് വ്യക്തമായ അതിക്രമത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കലാണെന്നും ഡോക്ടർ മാജിദ് അൽ അൻസാരി പറഞ്ഞു. ഖത്തറിന്റെ താൽപര്യങ്ങളെയോ വിദേശ എംബസികളെയോ സൈനിക കേന്ദ്രങ്ങളെയോ ലക്ഷ്യമാക്കി നടത്തുന്ന ഏതാക്രമണവും പരമാധികാരത്തിന് നേരെയുള്ള ലംഘനമാണ്. മുൻകൂർ മുന്നറിയിപ്പില്ലാതെ നടന്ന ആക്രമണത്തിൽ ഖത്തർ അപ്രതീക്ഷിതമായി പെട്ടുവെന്നും ആക്രമണം സൈനിക കേന്ദ്രങ്ങളിൽ മാത്രം ഒതുങ്ങാതെ പൊതുജനങ്ങൾക്കായുള്ള അടിസ്ഥാന സൗകര്യങ്ങളെ ബാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഖത്തർ സായുധ സേന രാജ്യത്തെ സംരക്ഷിക്കാൻ പൂർണ്ണ സജ്ജമാണെന്ന് ആദ്യ ദിനം മുതൽ തന്നെ തെളിയിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉംസൈദ്, റാസ് അൽ അഫാൻ മേഖലകളിലെ ഊർജ്ജ വ്യവസായ സമുച്ചയങ്ങളാണ് തിങ്കളാഴ്ച നടന്ന ആക്രമണങ്ങളിൽ ഇറാൻ ലക്ഷ്യമാക്കിയതെന്നും എന്നാൽ പെട്ടെന്ന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതിനാൽ വലിയ നാശനഷ്ടങ്ങൾ ഒഴിവായെന്നും അദ്ദേഹം പറഞ്ഞു. വ്യോമമേഖല അടച്ചതിനെ തുടർന്ന് ഏകദേശം 8000 ട്രാൻസിറ്റ് യാത്രക്കാരാണ് ഖത്തറിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇവരുടെ താമസ കാലാവധി നീട്ടിയതോടൊപ്പം താമസ സൗകര്യങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം വക്താവ് കൂട്ടിച്ചേർത്തു. രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ ജലശേഖരം സുരക്ഷിതമാണെന്നും ജലസുരക്ഷയ്ക്ക് ഭീഷണിയില്ലെന്നും ഡോക്ടർ മാജിദ് അൽ അൻസാരി പറഞ്ഞു. അൻവർ പാലേരി, 24 ദോഹ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറാൻ യുദ്ധക്കപ്പലിന് നേരെ അമേരിക്കൻ അന്തർവാഹിനി നടത്തിയ ആക്രമണത്തിൽ 87 പേർ കൊല്ലപ്പെട്ടു. ശ്രീലങ്കൻ വിദേശകാര്യ സഹമന്ത്രി അരുൺ ഹേമചന്ദ്രയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ആക്രമണം സ്ഥിരീകരിച്ച അമേരിക്കയും രംഗത്തെത്തി. ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും പെന്റഗൺ പുറത്തുവിട്ടു. ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര വിവരങ്ങൾ നൽകാൻ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തുവിട്ടിരിക്കുകയാണ്. അപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ അതുപോലെ തന്നെ തുടരും എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും US ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്താണ് ഈ വാർത്ത ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആണ് ഈ ഇറാന്റെ യുദ്ധക്കപ്പൽ തകർത്തതായിട്ടുള്ള വാർത്ത പെന്റഗൺ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇറാനിയൻ യുദ്ധക്കപ്പൽ ഐറിസ് ഡേനയാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 87 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായിട്ടും പെന്റഗൺ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ശ്രീലങ്കൻ തീരത്തിലേക്ക് ഈ സംഘർഷം വ്യാപിക്കുന്നത് നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്ന വിഷയം തന്നെയാണ്. പക്ഷേ അമേരിക്ക ശക്തമായ രീതിയിൽ ഇറാനെതിരെയുള്ള ആക്രമണം കടുപ്പിക്കുകയാണെന്ന് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു. ശരി, മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറാൻ യുദ്ധക്കപ്പലിന് നേരെ അമേരിക്കൻ അന്തർവാഹിനി നടത്തിയ ആക്രമണത്തിൽ 87 പേരാണ് നിലവിൽ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഏതായാലും അമേരിക്ക ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പെന്റഗൺ പുറത്തുവിട്ടിട്ടുണ്ട്. ഇറാനിലെ ഇസ്ഫഹാൻ ആണവ കേന്ദ്രത്തിന് സമീപം ആക്രമണം നടന്നതായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി. എന്നാൽ മേഖലയിൽ ആണവ വികിരണ സാധ്യതയില്ല എന്നും IAEA അറിയിച്ചു. നഥാൻസ് ആണവ കേന്ദ്രത്തിൽ കൂടുതൽ നാശനഷ്ടങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നും ഏജൻസി വ്യക്തമാക്കി. ഇറാനിലേക്ക് ഇതുവരെ വിക്ഷേപിച്ചത് 5000-ലധികം ബോംബുകളെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു. ഇറാനിലുടനീളം ആക്രമണം തുടരുന്നുവെന്നും ഇസ്രായേൽ വ്യോമസേന വ്യക്തമാക്കി. അതിനിടെ തുർക്കി വ്യോമാതിർത്തിയിലേക്ക് ബലിസ്റ്റിക് മിസൈൽ അയച്ചതിൽ ഇറാനെ തുർക്കി പ്രതിഷേധം അറിയിച്ചു. ബലിസ്റ്റിക് മിസൈൽ കിഴക്കൻ മെഡിറ്ററേനിയൻ കടലിൽ വെച്ച് നേറ്റോ സേന തകർത്തിരുന്നു. മധ്യപൂർവേഷ്യയിലെ സംഘർഷത്തിന് അയവ് വരുത്താൻ മധ്യസ്ഥതയ്ക്കായി മേഖലയിലേക്ക് പ്രത്യേക സമാധാന ദൂതനെ അയക്കുമെന്ന് ചൈന അറിയിച്ചു. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. കിഴക്കൻ ടെഹ്റാനിൽ ഇറാന്റെ സൈനിക സമുച്ചയം ആക്രമിച്ച ഇസ്രായേൽ. മേഖലയിൽ വൻ ആക്രമണം നടത്തിയതായും IDF അറിയിച്ചു. കമാൻഡ് സെന്ററുകൾ സ്ഥിതി ചെയ്യുന്ന സൈനിക സമുച്ചയമാണ് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേൽ തകർത്തത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ, ഖുദ്സ് ഫോഴ്സ്, ബാസിജ്, മിലിറ്ററി ഇന്റലിജൻസ്, മറ്റ് സുരക്ഷാ യൂണിറ്റുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട കമാൻഡ് സെന്ററാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. ആക്രമണ സമയത്ത് ഇറാന്റെ സൈനിക ഉദ്യോഗസ്ഥർ സമുച്ചയത്തിൽ ഉണ്ടായിരുന്നുവെന്ന് IDF. അമേരിക്കൻ ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ ഇറാനിൽ മരണസംഖ്യ ഉയരുന്നു. 180ഓളം കുട്ടികൾ ഉൾപ്പെടെ 1000-ലേറെ പേരാണ് 5 ദിവസത്തിനിടെ കൊല്ലപ്പെട്ടത്. ഹോർമുസ് കടലിടുക്കിലെ സമ്പൂർണ്ണ നിയന്ത്രണം കൈവശപ്പെടുത്തിയെന്ന് IRGC അവകാശപ്പെട്ടു. ലബനോണിൽ ഇസ്രായേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടലിൽ 100-ലേറെ പേർ കൊല്ലപ്പെട്ടു.
ഇറാനിലെ സൈനിക നടപടിയിൽ 5-ാം നാളും മധ്യപൂർവേഷ്യ സംഘർഷഭരിതമാണ്. ഇറാൻ സേനയെ ലക്ഷ്യമിട്ടായിരുന്നു ഇന്ന് ഇസ്രയേൽ അമേരിക്കൻ വ്യോമാക്രമണം. പാരാമിലിറ്ററി സേന ബസ്ജിയുടെ ആസ്ഥാനത്തിന് നേരെ ആക്രമണമുണ്ടായി. സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തിയത് ബസ്ജി പാരാമിലിറ്ററിയായിരുന്നു. നഗരങ്ങളായ ഇസ്ഫഹാനിലും ഷിറാസിലും വലിയ നാശനഷ്ടമുണ്ടായി. ഇസ്രയേൽ ഇറാൻ യുദ്ധവിമാനങ്ങളും ആകാശത്ത് നേർക്കുനേറെത്തി. ഇറാന്റെ യാക് 130 വിമാനം തകർത്തെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടു. ഇസ്രയേലിലെ വിവിധയിടങ്ങളിൽ വൻ സ്ഫോടന ശബ്ദങ്ങളുണ്ടായെന്നാണ് റിപ്പോർട്ട്. ഇറാനും ഹെസ്ബുള്ളയും തൊടുത്ത മിസൈലുകൾ തടഞ്ഞിട്ടെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണ നിയന്ത്രണത്തിലാക്കിയെന്ന് IRGC അവകാശപ്പെട്ടു. കടലിടുക്കിലൂടെ ചരക്ക് കപ്പലുകളുടെ ഗതാഗതം പൂർണ്ണമായി നിലച്ചു. നിരവധി കപ്പലുകൾ തീരത്ത് നങ്കൂരമിട്ടിരിക്കുകയാണ്. ലെബനോണിൽ ഹെസ്ബുള്ളയെ ലക്ഷ്യമിട്ട് 250 ഇടങ്ങളിൽ ആക്രമണമുണ്ടായി. 65,000 പേരാണ് ലെബനോണിൽ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് കൂട്ടപ്പലായനം നടത്തിയത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇറാൻ പരമോന്നത നേതാവായി ആയത്തുള്ള അലി ഖമനേയുടെ മകനെ തെരഞ്ഞെടുത്തു എന്ന അഭ്യൂഹങ്ങൾക്കിടെ ഭീഷണിയുമായി ഇസ്രായേൽ. ആരെ തെരഞ്ഞെടുത്താലും വധിക്കുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ പ്രഖ്യാപനം. അതിനിടെ ഇന്ന് നിശ്ചയിച്ചിരുന്ന ആയത്തുള്ള ഖമനേയുടെ പൊതുദർശന ചടങ്ങ് മാറ്റിവെച്ചു. ഇറാൻ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനിയുടെ മകൻ മോജ്തബ ഹൊസൈനി ഖമനിയെ പിൻഗാമിയായി തെരഞ്ഞെടുത്തെന്നായിരുന്നു റിപ്പോർട്ടുകൾ. മോജ്തബയെ ഉടൻ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് വിവരം. എന്നാൽ ആരായാലും എവിടെ ഒളിച്ചാലും വധിക്കുമെന്നാണ് ഇസ്രയേലിന്റെ ഭീഷണി. 57-കാരനായ മോജ്തബ ഖമനിയുടെ രണ്ടാമത്തെ മകനാണ്. ഖമനൈ കൊല്ലപ്പെട്ട ആക്രമണത്തിൽ മോജ്തബയുടെ ഭാര്യയ്ക്കും മകനും ജീവൻ നഷ്ടമായിരുന്നു. ഇതിനിടെ ഇന്ന് നിശ്ചയിച്ചിരുന്ന ആയത്തുള്ള അലി ഖമനിയുടെ പൊതുദർശനം മാറ്റിവെച്ചു. സെൻട്രൽ ടെഹ്റാനിലെ കോമ്പൗണ്ടിൽ 3 ദിവസത്തെ പൊതുദർശനമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഖമനൈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയതും പ്രസംഗം നടത്തിയതും ഇവിടെയാണ്. യുദ്ധ സാഹചര്യത്തിൽ ആളുകൾക്ക് എത്തിപ്പെടാനുള്ള പ്രതിസന്ധി കണക്കിലെടുത്താണ് പൊതുദർശനം മാറ്റാനുള്ള തീരുമാനം. വിശുദ്ധ നഗരമായ മഷ്ഹദിൽ ഖമനയുടെ സംസ്കാര ചടങ്ങ് നടത്താനാണ് തീരുമാനം. ഖമനയുടെ ജന്മനാടാണ് മഷ്ഹദ്. എന്നാൽ സംസ്കാര തീയതി തീരുമാനിച്ചിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്ക് 24. കോഴിക്കോട് താമരശ്ശേരി ഇരട്ടക്കുളങ്ങരയിൽ ഉത്സവത്തിനിടെ തർക്കത്തിൽ 3 പേർക്ക് വെട്ടേറ്റു. ബന്ധുക്കൾ തമ്മിലുള്ള തർക്കത്തിനിടെ ഒരു വിഭാഗം പുറമേ നിന്നെത്തിയാണ് ആക്രമിച്ചത്. നിഖിൽ പ്രമേഷ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നിഖിൽ, ഇത് എന്താണ് സംഭവം? ഇങ്ങനെയൊരു തർക്കത്തിലേക്ക് പോകാനുള്ള കാരണം എന്താണ്? അമൃത, താമരശ്ശേരി ചാലക്കര ഇരട്ടക്കുളങ്ങരയിലാണ് ഈ സംഭവം. ഇന്ന് രാത്രി 7:30 കൂടിയാണ് ഈ സംഘർഷം ഉണ്ടായത്. ഈ സംഘർഷത്തിലേക്ക് നയിച്ച സാഹചര്യം എന്ന് പറയുന്നത്, ഈ കാവ് ഉൾപ്പെടുന്ന സ്ഥലം സമീപകാലത്ത് ഈ ബന്ധുക്കളിൽ ഒരാൾ തന്നെ പുറത്തുള്ള ഒരാൾക്ക് വിറ്റിരുന്നു. ഇതുമൂലം കഴിഞ്ഞ 2 വർഷമായി കാവിലെ ഉത്സവം നടത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ഈ ബന്ധുക്കളിൽ ഒരാൾ തന്നെ ഈ സ്ഥലം തിരികെ വാങ്ങിയെങ്കിലും കാവിൽ ഉത്സവം നടത്താൻ സമ്മതിച്ചിരുന്നില്ല. ഇതേ തുടർന്നാണ് കുടുംബാംഗങ്ങൾക്ക് ദോഷമുണ്ടാകാത്ത തരത്തിൽ മറ്റൊരു സ്ഥലത്ത് വെച്ച് പ്രസാദമൂട്ടും മറ്റു ചടങ്ങുകളും ഒക്കെ നടത്തിയിരുന്നു. രാത്രിയോടുകൂടി ഇതിൽ ചില ആളുകൾ ഈ വളപ്പിലേക്ക് പ്രവേശിച്ചതാണ് തർക്കത്തിലേക്ക് നയിച്ച സാഹചര്യം ഉണ്ടായത്. ഇതിൽ സ്ത്രീകളടക്കം 3 പേർക്ക് വെട്ടേറ്റിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ ഇപ്പോൾ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നേടിയിരിക്കുകയാണ്. കൃഷ്ണൻകുട്ടി, ഇയാളുടെ മകൻ ജിനീഷ് ലാൽ എന്നിവർക്കാണ് വയറിന് പരിക്കേറ്റത്. ഇവർക്ക് കാര്യമായി തന്നെ പരിക്കുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മറ്റൊരാൾ വിനോദാണ് പരിക്കേറ്റയാൾ. അതോടൊപ്പം തന്നെ ബിജില, പുഷ്പ, കല്യാണി എന്നിവർക്കും മർദ്ദനമേറ്റിട്ടുണ്ട്. എല്ലാവരും താമരശ്ശേരി താലൂക്ക് ആശുപത്രി ചികിത്സയിലാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് താമരശ്ശേരി പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇവർ ഈ പൂജയ്ക്ക് മറ്റും ഉപയോഗിക്കുന്ന ശൂലവും കോമരം ഉപയോഗിക്കുന്ന വാളും ഒക്കെ ഉപയോഗിച്ചാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വാളുകൊണ്ടുള്ള വീശലിൽ 2 പേർക്ക് വയറിന് മുറിവേറ്റിട്ടുണ്ട്. ഇവർക്കാണ് അല്പം കാര്യമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. അമൃത. ശരി, നിഖിൽ പ്രമേഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ നടത്തിയിരുന്ന സമരം ഒരാഴ്ചത്തേക്ക് മാറ്റിവെച്ചു. OP, അധ്യയനം, ശസ്ത്രക്രിയകൾ എന്നിവ പുനരാരംഭിക്കും. ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായി നടത്തിയ ചർച്ചയിൽ അനുകൂല തീരുമാനമുണ്ടായെന്ന് KGM-CTA അറിയിച്ചു. ശമ്പള വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികൾ സ്തംഭിച്ച് നഴ്സിന്റെ സമരം. അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കുക എന്നതാണ് സമരത്തിന് നേതൃത്വം നൽകുന്ന യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ പ്രധാന ആവശ്യം. ആയിരക്കണക്കിന് നഴ്സുമാരാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ പ്രതിഷേധത്തിൽ അണിനിരുന്നത്. സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചില്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുമെന്ന് UNA വ്യക്തമാക്കി. തിങ്കളാഴ്ചക്കുള്ളിൽ മിനിമം വേതനം സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കണമെന്നാണ് സമരക്കാരുടെ പ്രധാന ആവശ്യം. അല്ലാത്തപക്ഷം തിങ്കൾ മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നും UNA വ്യക്തമാക്കി. എത്രയും വേഗം ഇതിലൊരു തീരുമാനം ഉണ്ടാവും. ഞങ്ങൾ ബേസിക്കായിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത്.
ഞങ്ങൾക്ക് വലിയ ആർഭാട ജീവിതത്തിന് വേണ്ടിയിട്ടല്ല. ബേസിക് സാലറി 40,000 തരണമെന്ന് പറഞ്ഞാൽ ആ 20,000 തന്നിട്ട് 8 വർഷം കഴിഞ്ഞു. സർക്കാരിന് 1 രൂപ പോലും ബാധ്യതയില്ലാത്ത വിഷയമാണ് സ്വകാര്യ ആശുപത്രി ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കണം. അത് പ്രഖ്യാപിക്കുക തന്നെ വേണം, അല്ലാത്ത പക്ഷം കടുത്ത സമരത്തിലേക്ക് ഞങ്ങൾ കടക്കും. സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയാണ് ഉദ്ഘാടനം ചെയ്തത്. പിന്നാലെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ സമരത്തിന് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് സമരപ്പന്തലിലെത്തി. നീതിക്ക് വേണ്ടി കേടുന്ന ഈ പാവപ്പെട്ട സഹോദരിമാരുടെ സഹോദരന്മാരുടെ സങ്കടങ്ങൾ കാണാൻ സർക്കാരുകൾക്ക് കഴിയുന്നില്ലെങ്കിൽ അത് യഥാർത്ഥ പ്രശ്നങ്ങളെ കണ്ണടച്ചിരുട്ടാക്കുന്ന സർക്കാരാണ് എന്നുള്ള കാര്യം നമുക്ക് പറയേണ്ടതായിട്ട് വരുമെന്നുള്ളതിന് സംശയമില്ല. അർഹതപ്പെട്ട ശമ്പളം നഴ്സുമാർക്ക് ഉറപ്പാക്കണം എന്നതാണ് കേരള കോൺഗ്രസിന്റെ നിലപാടെന്ന് സമരവേദിയിലെത്തിയ ജോസ് കെ മാണി പറഞ്ഞു. ആ അർഹതപ്പെട്ട ശമ്പള വർധനവ് കൊടുക്കണം എന്നുള്ളതാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ നിലപാട്. ഇനി യാതൊരു സംശയവുമില്ല, നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുകൂടി ഈ സന്ദർഭത്തിൽ പറയാണ്. വ്യാഴാഴ്ച മുതൽ നഴ്സുമാർ പണിമുടക്കിലേക്ക് കടക്കും. 1/3 ജീവനക്കാർ ഡ്യൂട്ടി ബഹിഷ്കരിക്കും. കേരളത്തിലെ ഏകദേശം 490 സ്വകാര്യ ആശുപത്രികളിലെ ആയിരക്കണക്കിന് നഴ്സുമാരാകും ഡ്യൂട്ടി ബഹിഷ്കരിക്കുക. നഴ്സുമാർ കാലങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ സർക്കാർ മെല്ലെപ്പോക്ക് നയം തുടരുകയാണെന്നും അനിശ്ചിതകാല സമരമല്ലാതെ മറ്റു വഴികളില്ലെന്നും UNA നേതൃത്വം വ്യക്തമാക്കി. തിങ്കളാഴ്ചയ്ക്ക് മുന്നേ സർക്കാർ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ലോങ് മാർച്ച് ഉൾപ്പെടെ സംഘടിപ്പിക്കാനാണ് സംഘടനയുടെ തീരുമാനം. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറും പുറത്തിറങ്ങി. ദ്വാരപാലക ശില്പപാളി കേസിൽ കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചതോടെയാണ് പത്മകുമാർ ജയിൽ മോചിതനായത്. അതിനിടെ തന്ത്രി കണ്ഠരര് രാജീവരെ ED ചോദ്യം ചെയ്തു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ കഴിഞ്ഞ നവംബർ 20-നാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കട്ടിളപ്പാളി കേസിലായിരുന്നു ആദ്യ അറസ്റ്റ്. ഡിസംബർ 4-ന് ദ്വാരപാലക ശില്പക്കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തി. അന്വേഷണ സംഘം ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കാതെ വന്നതോടെ കട്ടിളപ്പാളി കേസിൽ നേരത്തെ ജാമ്യം അനുവദിച്ചു. ദ്വാരപാലക ശില്പക്കേസിലാണ് കോടതി ഇന്ന് ജാമ്യം നൽകിയത്. കേസിൽ പുറത്തിറങ്ങുന്ന 8ാമത്തെ പ്രതിയാണ് പത്മകുമാർ. ഇതിനിടെ ഇന്ന് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്ത്രി കണ്ഠരര് രാജീവരെ ED ചോദ്യം ചെയ്തു. കൊച്ചിയിലെ ഓഫീസിലായിരുന്നു ചോദ്യം ചെയ്യൽ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസുവിനെ വീണ്ടും ED ചോദ്യം ചെയ്യും. മൊഴികളിൽ അവ്യക്തതയെന്നാണ് ED വിലയിരുത്തൽ. 24 കൊച്ചി, കൊല്ലം. സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാറിന് ജാമ്യം ലഭിച്ചതിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തെളിവുകൾ ശേഖരിക്കാൻ കഴിയാത്തതിനാലാണ് പത്മകുമാർ പുറത്തിറങ്ങിയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് SITയിൽ ഇടപെട്ടെന്നും VD സതീശൻ വിമർശിച്ചു. പ്രാഥമിക കുറ്റപത്രം പോലും സമർപ്പിക്കാതെ 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ജാമ്യം കിട്ടും. ആ ജാമ്യമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അത് ആ ജാമ്യം കിട്ടാനുള്ള അവസരം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പിന്തുണയോടുകൂടി SIT ചെയ്തു കൊടുത്തിരിക്കുന്നതാണ്. ഇത് ഉത്കണ്ഠപ്പെടുന്നതാണെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞു. കാരണം ഇനി ഒരു തെളിവുമില്ല. ഇനി ഇവർ പുറത്തിറങ്ങിയാൽ എല്ലാ തെളിവുകളും നശിപ്പിക്കാനുള്ള രാഷ്ട്രീയ പിൻബലമുള്ള ആളുകളാണ് ഇപ്പം ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നത്. അവർക്ക് ജാമ്യത്തിൽ പുറത്തിറക്കാനുള്ള അവസരമാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ കേസ് എങ്ങും എത്താതെ അവസാനിക്കാനുള്ള സാധ്യതയാണ്. കേരളത്തിലെ അതിവേഗ റെയിൽ പദ്ധതിയുടെ GPRB അവസാനത്തോടെ തയ്യാറാകുമെന്ന് മെട്രോമാൻ E ശ്രീധരൻ. സംസ്ഥാന സർക്കാരുമായുള്ള പങ്കാളിത്തം പ്രധാന വെല്ലുവിളിയാണ്. നിർദ്ദേശങ്ങൾ കേരളം അംഗീകരിച്ചാൽ 3 മാസത്തിൽ നിർമ്മാണം തുടങ്ങാനാകുമെന്നും E ശ്രീധരൻ പറഞ്ഞു. DPR getting ready. End of May it will be ready. Main challenge will be only the state government's agreement, their willingness to be part of it. And they're giving the green signal. It depends on the state government, really. മലയാളം ഇനി ഭരണഭാഷ. മലയാള ഭാഷാ ബില്ലിൽ ഗവർണർ ഒപ്പുവെച്ചു. സർക്കാർ ഉത്തരവുകളും ഔദ്യോഗിക രേഖകളും ഇനി മലയാളത്തിലാകും. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 10ാം ക്ലാസ് വരെ മലയാളം നിർബന്ധമാക്കും. 2015-ലാണ് ഭരണഭാഷാ ബില്ല് നിയമസഭ പാസാക്കിയത്. 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ മലയാളം നിർബന്ധമാക്കുക, കോടതി ഭാഷ, സർക്കാർ ഉത്തരവുകൾ എന്നിവ മലയാളത്തിലാക്കുക തുടങ്ങിയവ ലക്ഷ്യമിട്ടാണ് മലയാള ഭാഷാ ബില്ല് കൊണ്ടുവന്നത്. അന്താരാഷ്ട്ര വിമാന ടിക്കറ്റ് ബുക്കിംഗുകളിൽ ഇളവ് പ്രഖ്യാപിച്ച എയർ ഇന്ത്യ. മാർച്ച് 10 വരെയുള്ള ടിക്കറ്റുകൾ റദ്ദാക്കിയാൽ മുഴുവൻ റീഫണ്ട് നൽകും. സൗജന്യമായി റീഷെഡ്യൂൾ ചെയ്യാനും സൗകര്യം. മിഡിൽ ഈസ്റ്റ്, UK, യൂറോപ്പ് സെക്ടറുകളിലേക്കുള്ള ടിക്കറ്റുകൾക്കാണ് ഇളവ് പ്രഖ്യാപിച്ചത്.
നമുക്കറിയാം ഈ ഇറാനിലെ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ വിമാന സർവീസുകളൊക്കെ റദ്ദാക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അന്താരാഷ്ട്ര വിമാന ടിക്കറ്റ് ബുക്കിങ്ങുകളിൽ എയർ ഇന്ത്യ ഇളവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാർച്ച് 10 വരെയുള്ള ടിക്കറ്റുകൾ റദ്ദാക്കിയാൽ മുഴുവൻ റീഫണ്ട് നൽകുമെന്നാണ് എയർ ഇന്ത്യ അറിയിക്കുന്നത്. അതുപോലെ തന്നെ സൗജന്യമായി റീഷെഡ്യൂൾ ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടി ഒരുക്കിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റ്, UK, യൂറോപ്പ് സെക്ടറുകളിലേക്കുള്ള ടിക്കറ്റുകൾക്കാണ് ഇത്തരത്തിലുള്ള ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഖത്തറിൽ പ്രവാസി ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. മലപ്പുറം രണ്ടത്താണി സ്വദേശി മൊയ്തീൻ മങ്കുഴിയാണ് മരിച്ചത്. 57 വയസ്സായിരുന്നു. ഖത്തർ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ പ്രവർത്തകനും മൈദർ യൂണിറ്റ് അംഗവുമായിരുന്നു മൊയ്തീൻ. മൃതദേഹം രാത്രി നമസ്കാരത്തിന് ശേഷം മൊസൈമിർ ഖബർസ്ഥാനിൽ ഖബറടക്കി. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. വോട്ടുത്സവം. എതിർപ്പുകൾ കണക്കിലെടുക്കാതെ തളിപ്പറമ്പിൽ MP ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ തന്നെ മത്സരിപ്പിക്കാൻ CPIM. കുടുംബത്തിൽ നിന്നുള്ള എതിർപ്പ് തള്ളിക്കൊണ്ട് മന്ത്രി വീണ ജോർജിനെ ആറന്മുളയിൽ മത്സരിപ്പിക്കുന്നതിനും ധാരണയായി. ഉടുമ്പൻചോലയിൽ MM മണിക്ക് സീറ്റില്ല. 3 ടേം പിന്നിട്ടവരെ ഒഴിവാക്കാനും 2 ടേം കഴിയുന്നവർക്ക് വിജയസാധ്യത പരിഗണിച്ച് മാത്രം ഇളവ് നൽകാൻ CPIM തീരുമാനിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിനായി ചേർന്ന CPIM സംസ്ഥാന സെക്രട്ടറി യോഗത്തിലാണ് പട്ടിക സംബന്ധിച്ച് അന്തിമ ധാരണയായത്. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് താഴ്ത്തട്ടിൽ നിന്നുയർന്ന വിമർശനങ്ങളെ അവഗണിക്കാനാണ് നേതൃയോഗത്തിലെ ധാരണ. ഇതിന്റെ ചുവടുപിടിച്ചാണ് തളിപ്പറമ്പിൽ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വവുമായി മുന്നോട്ടു പോകുന്നത്. MV ഗോവിന്ദന്റെ പിൻഗാമിയായി ഭാര്യ PK ശ്യാമള തന്നെ തളിപ്പറമ്പിൽ മത്സരിക്കുമെന്ന് ഇതോടെ ഉറപ്പായിരിക്കുകയാണ്. പേരാവൂരിൽ KK ശൈലജയെയും തലശ്ശേരിയിൽ കാരായി രാജനെയും മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ല. ശൈലജയുടെ സിറ്റിംഗ് മണ്ഡലമായ മട്ടന്നൂരിൽ DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജായിരിക്കും സ്ഥാനാർത്ഥി. പേരാമ്പ്രയിൽ TP രാമകൃഷ്ണൻ തുടരും. കൊടുവള്ളിയിൽ കാരാട്ട് റസാക്കിന് സീറ്റുണ്ടാവില്ല. പഴയകാല നേതാവിന്റെ മകളെയാണ് കൊടുവള്ളിയിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത്. കൊയിലാണ്ടിയിൽ മുൻ MLA K ദാസൻ സ്ഥാനാർത്ഥിയാകും. പൊന്നാനിയിൽ MK സക്കീർ മത്സരിക്കും. കുടുംബത്തിൽ നിന്ന് എതിർപ്പ് അവഗണിച്ച് മന്ത്രി വീണ ജോർജിനെ ആറന്മുളയിൽ വീണ്ടും മത്സരിപ്പിക്കും. മുതിർന്ന നേതാവ് MM മണിക്ക് ഉടുമ്പൻചോലയിൽ വീണ്ടും അവസരമില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിയാകും. 3 ടേം പിന്നിട്ട 6 പേർക്ക് ഇനി സീറ്റ് നൽകേണ്ടതില്ലെന്ന് CPI നേതൃയോഗം തീരുമാനിച്ചു. 2 ടേം കഴിയുന്നവർക്ക് വിജയസാധ്യത പരിഗണിച്ച് മാത്രം ഇളവ് നൽകാനും CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ തീരുമാനമായി. സ്ഥാനാർത്ഥി നിർണയത്തിനായി നാളെ മുതൽ CPI ജില്ലാ കൗൺസിലുകൾ ചേരും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മത്സരിക്കുന്ന നോർത്ത് പറവൂരിൽ പൊതുസ്വതന്ത്രനെ മത്സരിപ്പിക്കാനാണ് CPIയുടെ നീക്കം. ഇടതു ചിന്തകൻ NM പിയേഴ്സനാണ് CPIയുടെ പട്ടികയിലുള്ളത്. കാഞ്ഞങ്ങാട് ഗോവിന്ദൻ പള്ളിക്കാപ്പിലും മൂവാറ്റുപുഴയിൽ N അരുണും പീരുമേട്ടിൽ സലിംകുമാറും ഹരിപ്പാട് TT ജിസ്മോനും ചിറയൻകീഴിൽ മനോജ് B ഇടമനയും CPI സ്ഥാനാർത്ഥികളാകും. നാദാപുരത്ത് P വസന്തവും P ഗവാസുമാണ് പട്ടികയിലുള്ളത്. അടൂരിലും കരുനാഗപ്പള്ളിയിലും പുനലൂരിലും ചാത്തന്നൂരിലും 3 പേരുകൾ വീതമുണ്ട്. പുനലൂരിൽ അജയ് പ്രസാദ്, ചാത്തന്നൂരിൽ R രാജേന്ദ്രൻ, അടൂരിൽ C അരുൺകുമാർ, കരുനാഗപ്പള്ളിയിൽ MS താര എന്നിവരുടെ പേരുകൾക്കാണ് മുൻതൂക്കം. 24 തിരുവനന്തപുരം. മുതിർന്ന CPIM നേതാവും മുൻ മന്ത്രിയുമായ G സുധാകരൻ പാർട്ടി വിട്ടേക്കും. CPIM അംഗത്വം പുതുക്കുന്നില്ല എന്നും അവഗണന സഹിച്ച് തുടരാനില്ല എന്നുമാണ് G സുധാകരന്റെ നിലപാട്. സുധാകരനെ അനുനയിപ്പിക്കാനുള്ള നേതൃത്വത്തിന്റെ നീക്കവും പാളി. ഒരു പരിഗണനയില്ല. ഏറെ നാളായി CPIM നേതൃത്വത്തോട് ഇടഞ്ഞു നിൽക്കുന്ന G സുധാകരനെ പാർട്ടി വിടുന്ന തരത്തിൽ കടുത്ത നിലപാടിന് പ്രേരിപ്പിച്ചത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ ഈ പ്രതികരണമാണ്. കഴിഞ്ഞ മാസം 28-ന് വാർത്താസമ്മേളനത്തിനിടെ G സുധാകരനെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനായിരുന്നു പ്രതികരണം. CPIM അംഗത്വം പുതുക്കുന്നില്ലെന്നും അവഗണന സഹിച്ച് തുടരാനില്ല എന്നുമാണ് G സുധാകരന്റെ നിലപാട്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പരാമർശത്തിൽ അതൃപ്തി വ്യക്തമാക്കി പാർട്ടി അംഗത്വം പുതുക്കുന്നില്ല എന്ന് G സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചു. നാളെ ആലപ്പുഴയിലെ വീട്ടിൽ G സുധാകരൻ വാർത്താസമ്മേളനം വിളിച്ചിട്ടുണ്ട്. വിഷയത്തിൽ നേതാക്കളുടെ പ്രതികരണങ്ങളിലേക്ക്. അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുള്ള ഒരു സഖാവല്ല G സുധാകരൻ. നല്ല പക്വതയും കുറെ അനുഭവങ്ങളും ഒക്കെയുള്ള സഖാവാണ്. ആ നിലയിൽ അദ്ദേഹം അങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരാൾക്ക് മെമ്പർഷിപ്പ് പുതുക്കാനും പുതുക്കാതിരിക്കാനും അവകാശം ഓരോ അംഗത്തിനുമുണ്ട്. ഒരാളെയും താഴ്ത്തിയിട്ടോ അല്ലെങ്കിൽ വില കുറച്ചിട്ടോ സമീപിക്കുന്ന പ്രശ്നം പാർട്ടിക്കില്ല, പാർട്ടി നേതൃത്വത്തിനില്ല. ആ നിലപാടാണ് ഗോവിന്ദ മാഷും പൊതുവെ സ്വീകരിച്ചു വരുന്നത്. സുധാകരനെ അനുനയിപ്പിക്കാൻ CPIM ജില്ലാ നേതൃത്വം നീക്കം നടത്തിയെങ്കിലും സുധാകരൻ വഴങ്ങിയില്ല. പാർട്ടി ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ സുധാകരനുമായി സംസാരിച്ചുവെങ്കിലും G സുധാകരൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ G സുധാകരനെ അനുനയിപ്പിക്കാൻ സംസ്ഥാന നേതൃത്വം ഇടപെടൽ നടത്തും. 24 ആലപ്പുഴ. പാലക്കാട് CPIM വിമതരുടെ കൺവെൻഷനിലേക്ക് മുൻ MLA PK ശശി. നാളെ രാവിലെ പാലക്കാട്ടെ കൺവെൻഷൻ PK ശശി ഉദ്ഘാടനം ചെയ്യും.
KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ UDF സ്ഥാനാർത്ഥിയായേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് PK ശശി CPIM വിമത യോഗത്തിനെത്തുന്നത്. നാളെ രാവിലെ പാലക്കാട്ടെ വിമത യോഗത്തിന്റെ ഉദ്ഘാടകനാണ് PK ശശി. കൊഴിഞ്ഞാമ്പാറ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും മുൻ ഏരിയ കമ്മിറ്റി അംഗവുമായ M സതീഷാണ് കൺവെൻഷന് നേതൃത്വം നൽകുന്നത്. സഖാവ് PK ശശി അദ്ദേഹം ഈ കൺവെൻഷനിൽ പങ്കെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഞങ്ങൾ അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ കൺവെൻഷന്റെ ഭാഗമാവാമെന്ന് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷത്തിലധികമായി 100 കണക്കിന് പ്രവർത്തകരാണ് CPIM ജില്ലാ നേതൃത്വത്തിന്റെ നടപടി നേരിട്ടത്. അതേസമയം CPIMുമായി ഇടഞ്ഞു നിൽക്കുന്ന വല്ലപ്പുഴയിലെ ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ നേതൃത്വം അനുനയിപ്പിച്ചു. ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനവും ജില്ലാ നേതൃത്വം റദ്ദാക്കി. 24 പാലക്കാട്. തമിഴ്നാട്ടിൽ DMK കോൺഗ്രസ് സീറ്റ് ധാരണയായി. 28 നിയമസഭാ സീറ്റുകളും 1 രാജ്യസഭാ സീറ്റും കോൺഗ്രസിന് നൽകും. മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി നടത്തിയ ചർച്ചയിലാണ് ധാരണയായത്. 38 സീറ്റുകളും 3 മന്ത്രിസ്ഥാനവും വേണമെന്നായിരുന്നു കോൺഗ്രസിന്റെ ആവശ്യം. ഈ ആവശ്യം DMK തള്ളിയെങ്കിലും 2021 3 നിയമസഭാ സീറ്റ് ഇത്തവണ കോൺഗ്രസിന് കൂടുതലായി നൽകി. DMK സഖ്യത്തിന് ജയിക്കാവുന്ന 4 സീറ്റിൽ 1 രാജ്യസഭാ സീറ്റാണ് കോൺഗ്രസിന് നൽകിയത്. ഒഴിവുള്ള 4 രാജ്യസഭാ സീറ്റുകളിൽ 2 എണ്ണത്തിൽ DMK മത്സരിക്കും. ട്രിച്ചി, ശിവ, ജെ, കോൺസ്റ്റന്റൈൻ രവീന്ദ്രൻ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. 1 സീറ്റ് അന്തരിച്ച നടൻ വിജയകാന്തിന്റെ പാർട്ടിയായ DMDKക്ക് നേരത്തെ നൽകിയിരുന്നു. ഇടുക്കിയിലെ പട്ടയ വിതരണത്തിൽ സംസ്ഥാന സർക്കാരിന് വൻ തിരിച്ചടി. പട്ടയ വിതരണ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. 1964 ചട്ടപ്രകാരം പട്ടയം നൽകുന്നതിലുണ്ടായിരുന്ന സ്റ്റേ നീക്കിയെങ്കിലും കോടതി നൽകിയ കർശനമായ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടില്ല എന്ന് ഹർജിക്കാർ ആരോപിച്ചു. ഇടുക്കിയിൽ 1000-ലധികം പട്ടയങ്ങൾ ഇത്തരത്തിൽ നിയമം ലംഘിച്ച് വിതരണം ചെയ്തതായും ഹർജിക്കാർ അറിയിച്ചു. തുടർന്ന് പട്ടയ വിതരണത്തിൽ ഹൈക്കോടതി ഉത്തരവിലെ നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് ജസ്റ്റിസ് അനിൽ K. നരേന്ദ്രൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു. പട്ടയ വിതരണ നടപടികൾ ആരംഭിച്ച ഓരോരുത്തരുടെ കാര്യത്തിലും കോടതി നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന കാര്യം ചീഫ് സെക്രട്ടറി ബോധ്യപ്പെടുത്തണമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. നടപടിക്രമങ്ങളെല്ലാം നേരത്തെ പൂർത്തിയായതാണെന്നും സ്റ്റേ നീക്കിയപ്പോൾ പട്ടയ വിതരണ നടപടികൾ ആരംഭിച്ചതാണ് എന്നുമുള്ള സർക്കാർ വാദം കോടതി പൂർണ്ണമായും അംഗീകരിച്ചില്ല. തുടർന്നാണ് പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട എല്ലാ തുടർ നടപടികളും കോടതി സ്റ്റേ ചെയ്തത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയവർക്ക് നന്ദി സന്ദേശം അയക്കാൻ അനുവദിക്കണമെന്ന സർക്കാർ അപേക്ഷ ഹൈക്കോടതി നാളെ പരിഗണിക്കും. സംഭാവന നൽകിയവർക്ക് ഇതിനകം രസീത് നൽകിയിട്ടുണ്ടെന്നും പൊതുവായി നന്ദി അറിയിച്ചതാണെന്നും ചൂണ്ടിക്കാട്ടി സർക്കാർ നീക്കത്തെ ഹർജിക്കാർ ശക്തമായി എതിർത്തു. സന്ദേശം അയക്കുന്നതിലെ തടസ്സം എന്താണെന്നായിരുന്നു കോടതിയുടെ ചോദ്യം. മറുപടി സത്യവാങ്മൂലം നാളെ നൽകാമെന്ന് ഹർജിക്കാർ അറിയിച്ചു. അതേസമയം ഡേറ്റ ചോർച്ചയിൽ സ്പാർക്ക് പോർട്ടലിൽ വിവരങ്ങൾ ഉപയോഗിച്ചല്ല സന്ദേശം അയച്ചതെന്ന് സർക്കാർ ആവർത്തിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സന്ദേശം അയച്ചത് ഭരണനിർവഹണ നടപടികളുടെ ആണ് എന്നാണ് വിശദീകരണം. എറണാകുളം അങ്കമാലിയിൽ വിദ്യാർത്ഥിനി ജാസ്ലിയ ജോൺസന്റെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ കാർ ഓടിച്ചയാളെ പിടികൂടാത്തതിൽ പ്രതിഷേധം ശക്തം. കോട്ടയം അതിരമ്പുഴ സ്വദേശി ജോർജ് തോമസിന്റെ മകൻ ഡോക്ടർ സിറിയക് പി ജോർജ് ആണ് വാഹനം ഓടിച്ചത്. ജാസ്ലിയയുടെ മൃതദേഹം അങ്കമാലി കുഴിപ്പള്ളി സെയിന്റ് അഗസ്റ്റിൻ പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. മസ്തിഷ്ക മരണം സംഭവിച്ച ജാസ്ലിയയുടെ അവയവങ്ങൾ ദാനം ചെയ്തിരുന്നു. അതെ, 5 ദിവസമായിട്ട് ഒരു അറിവ് നമുക്കില്ല. വണ്ടി കിട്ടിയെന്ന് മാത്രമേ നമുക്കറിയുള്ളൂ. നമുക്കത് അറിയണം. അവളുടെ ജീവൻ എന്താ വിലയില്ലേ, നമുക്കത് അറിയണം. പ്രതിയെ പിടികൂടണം. പക്ഷേ ഞങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കുട്ടിയാണ് അവള്. അപ്പോൾ എന്തായാലും ഇതിന് എന്തെങ്കിലും ഒരു ഇത് വേണം. 5 ദിവസമായിട്ടും ജാസ്ലിയെ ഇടിച്ചു തെറിപ്പിച്ച വാഹനം ഓടിച്ചയാളെ പിടികൂടാത്തതിലാണ് സഹപാഠികളുടെയും അധ്യാപകരുടെയും പ്രതിഷേധം. പ്രതിഷേധവുമായി ഇവർ അങ്കമാലി പോലീസ് സ്റ്റേഷനിലെത്തി. വാഹനം ഓടിച്ചയാളെ പിടികൂടിയില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനം. പോലീസ് സ്റ്റേഷന് മുന്നിൽ യുവജന സംഘടനകൾ പ്രതിഷേധിച്ചു. കോട്ടയം അതിരമ്പുഴ സ്വദേശി ജോർജ് തോമസിന്റെ മകൻ ഡോക്ടർ സിറിയക് പി ജോർജ് ആണ് വാഹനം ഓടിച്ചത്. നമുക്ക് അന്ന് രാത്രി അതിൻ്റെ യൂസ്ഫുൾ ആയിട്ടുള്ള CCTVs കുറവായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് നമുക്ക് അതിനകത്ത് ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷൻ കിട്ടിയത് ആരാണ് വാഹനം ഓടിച്ചതെന്നും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഐക്യൂസിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. സിറിയക് എന്ന് പറയുന്ന ആളാണ്, കോട്ടയം സ്വദേശിയാണ്. അയാൾ മെഡിക്കൽ വിദ്യാർത്ഥിയാണ്. ഡോക്ടർ സിറിയക് പി ജോർജിന്റെ വീട്ടിൽ അങ്കമാലി പോലീസ് പരിശോധന നടത്തി. ശനിയാഴ്ച വൈകിട്ടായിരുന്നു ദേശീയപാതയിൽ അങ്കമാലി ടെൽക്ക് ജംഗ്ഷനിൽ അപകടമുണ്ടായത്. നേരത്തെ മസ്തിഷ്ക മരണം സംഭവിച്ച ജാസ്ലിയയുടെ അവയവങ്ങൾ ദാനം ചെയ്തിരുന്നു. അങ്കമാലി കുഴിപ്പള്ളി സെന്റ് അഗസ്റ്റിൻസ് പള്ളി സെമിത്തേരിയിലായിരുന്നു ജാസ്ലിയയുടെ സംസ്കാരം. 24 കൊച്ചി. ജാസ്ലിയ ജോൺസൺ അപകടം സംഭവിച്ച ടെൽക്ക് വളവിൽ ഇതിനു മുൻപും അപകടമുണ്ടായിട്ടുണ്ട്. കോളേജുകളും സ്കൂളുകളുമുള്ള പ്രദേശത്ത് സിഗ്നലോ സീബ്ര ക്രോസോ ഇല്ല. അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടങ്ങൾ ഉണ്ടാകാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്.
പാതയുടെ അപകടത്തിന് കാരണമാകിയ ടെൽക്ക് വളവ്, അതായത് അങ്കമാലി ടെൽക്ക് വളവ്. ഈ വളവിനൊരു പ്രത്യേകതയുണ്ട്. അമിത വേഗത്തിലാണ് ഇതിലെ വാഹനങ്ങൾ, നാഷണൽ ഹൈവേ ആണ് ഇതിലെ വാഹനങ്ങൾ പോകുന്നത്. ഇതിന്റെ പുറകിലായിട്ടൊരു കോളേജുണ്ട്. അല്പം മുൻപിലായിട്ടാണ് ജാസ്ലിയ പഠിച്ച മോർണിംഗ് സ്റ്റാർ കോളേജ്. അതോടൊപ്പം തന്നെ 2 സ്കൂളുകളുണ്ട്. അങ്ങനെ 14,000 വരുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളും കോളേജുകളും ഉൾപ്പെടെയുള്ള ജംഗ്ഷൻ. ഇവിടെ നടക്കാൻ വേണ്ടിയിട്ട് ഒരു കൃത്യമായിട്ടുള്ളൊരു ഫുട്പാത്ത് ഇല്ല. വാഹനങ്ങൾ നടന്നു പോകുന്ന ആളുകളെ വരെ ഇടിച്ചു തെറിപ്പിക്കുന്ന കാഴ്ച. ഇതിന് അല്പം മുൻപ് മാറിയിട്ടാണ് ഒരു റെയിൽവേ പാലം വരുന്നത്. ആ പാലത്തിൽ നിന്ന് മുൻപിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ള സിഗ്നലുകളോ ഒന്നുമില്ല, ഹമ്പുമില്ല. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ അവിടെ നിന്നെത്തുന്നത് അമിത വേഗത്തിൽ. ഇവിടെ എത്തിയതിനു ശേഷം ഈ വളവിന്റെ ഇടയിലുമാണ് അപകടങ്ങൾ പതിവാകുന്നത്. മേക്കാട് ഭാഗത്തു നിന്ന് വണ്ടികൾ NH-ലേക്ക് ഇതിലോട്ട് കയറുമ്പോഴാണ് കൂടുതൽ അപകടം ഇവിടെ ഉണ്ടാകുന്നത്. വണ്ടി കൺട്രോൾ വിട്ട് പോവാണ്, വളവാണ്, മനസ്സിലാവാത്ത രീതിയിൽ പോകുന്നത്. അശാസ്ത്രീയമായ നിർമ്മാണമാണ്. 4000-ഓളം വിദ്യാർത്ഥികൾ പാസ് ചെയ്യുന്ന സ്ഥലത്ത് വിദ്യാർത്ഥികൾക്ക് പോലും സുരക്ഷിതമായി നടന്നു പോകുന്ന സ്ഥലമില്ല. നടന്നു പോയ ഒരു വിദ്യാർത്ഥിനിയാണ് ആ കാർ ഇടിച്ചത്. അപ്പോൾ അതിനുള്ള സംവിധാനം ഇല്ല. റോഡിന് വീതിയില്ല, വളവാണ്, ട്രാഫിക് സിഗ്നലില്ല. എപ്പോൾ നോക്കിയാലും ആക്സിഡൻറ്റ് മാത്രമേ ഉള്ളൂ. ഈ പിള്ളേർക്ക് നടക്കാൻ നടപ്പോഴും ഒരു മര്യാദയ്ക്കില്ല. എപ്പോൾ നോക്കിയാലും വണ്ടികൾ കയറി ഓവർ സ്പീഡിൽ തന്നെയാണ് യാത്ര. ഈ കുഞ്ഞുങ്ങൾക്ക് നടക്കാനുള്ള നടപ്പഴിയും അവിടെ ഇത്തിരി സ്പീഡ് കുറയ്ക്കാൻ എന്തെങ്കിലും സിഗ്നൽ ലൈറ്റോ എന്തെങ്കിലും സ്ഥാപിച്ച് ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ റോഡിൻ്റെ അപ്പുറം ഇപ്പുറയും ഉള്ളതാണ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ വിദ്യാർത്ഥികൾക്ക് പ്രോപ്പറായിട്ട് നടന്നു പോകാൻ പോലുമുള്ള സൗകര്യങ്ങളില്ല. അവിടെ വളവിൽ പോലും അവിടെ വേഗത നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളില്ല. അപ്പോൾ വളരെ അശാസ്ത്രീയമായിട്ടാണ് ഈ ദേശീയപാതയുടെ ഇവിടുത്തെ നിർമ്മാണവും ഇതിൻ്റെ പരിപാലനവുമെല്ലാം. അപകടം കൂടി ഇവിടെ ഉണ്ടാകരുത്. കൃത്യമായിട്ടുള്ള നടപടികൾ അതിന് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായേ തീരൂ. ജാസ്ലിയുടേത് ഒടുവിലത്തെ സംഭവമാകണം. ഇനി ഒരിക്കലും ഈ അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള സിഗ്നലുകൾ വേണം. അശാസ്ത്രീയമായിട്ടുള്ള ഈ നിർമ്മാണ രീതി മാറ്റണം. കൊച്ചിയിൽ നിന്നും ഷിജു ചവറയ്ക്കൊപ്പം ആൻമരിയ സനി, 24. കൊല്ലം ചിതറയിൽ പോലീസ് ജീപ്പും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ച അപകടം. പരിക്കേറ്റ ബൈക്ക് യാത്രികനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സൂര്യഗായത്രി കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, എപ്പോൾ എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? പരിക്കേറ്റ ആളുടെ ആരോഗ്യനില എങ്ങനെയാണ്? അമൃത, രാത്രി 7:30 കൂടിയാണ് ഈ അപകടം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ചിതറ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ജീപ്പും ചിതറ മുള്ളിക്കാട് സ്വദേശി സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ സ്കൂട്ടർ യാത്രികന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 45 വയസ്സുള്ള അനീഷിനെ ഉടൻ തന്നെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ യാത്രികന്റെ മുഖത്തും തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. കടക്കൽ നിന്നും ചിതറയിലേക്ക് പോവുകയായിരുന്ന പോലീസ് ജീപ്പും കൊല്ലായി റോഡിൽ നിന്നും ചിതറ മുള്ളിക്കാട് ഭാഗത്തേക്ക് വന്നിറങ്ങുകയായിരുന്ന സ്കൂട്ടറും തമ്മിലാണ് അപകടത്തിൽ പെട്ടിരിക്കുന്നത്. സ്കൂട്ടർ യാത്രികന് വലിയ പരിക്കുകൾ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. അമൃത. ശരി, സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്. 2024 സംസ്ഥാന ടെലിവിഷൻ പുരസ്കാര തിലകത്തിൽ 24ഉം ഫ്ലവേഴ്സും. മികച്ച അവതാരകൻ ഹാഷ്മി താജ് ഇബ്രാഹിമും ക്യാമറാമാൻ അഭിലാഷ് തൊഴുവൻകൂടുമാണ്. മികച്ച കോമഡി പ്രോഗ്രാമിനുള്ള പുരസ്കാരം ഫ്ലവേഴ്സ് സംപ്രേഷണം ചെയ്യുന്ന ഇത് ഐറ്റം വേറെ എന്ന പരിപാടിക്കാണ്. ഹോം എന്ന സീരിയലിലെ അഭിനയത്തിന് മികച്ച 2ാമത്തെ നടിയായി ജാനകി മന്ത്രയും ഉപ്പുമുളകും പരമ്പരയിലെ അഭിനയത്തിന് മികച്ച ബാലതാരമായി ബേബി അമേയും പുരസ്കാരങ്ങൾ നേടി. നാടിന്റെ കോടതി, ജനങ്ങളുടെ വാദങ്ങൾ. ജനകീയ കോടതിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. കറന്റ് അഫയേഴ്സ് വിഭാഗത്തിൽ മികച്ച ആങ്കറായാണ് 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിം പുരസ്കാരത്തിന് അർഹനായത്. ലളിതവും പ്രസക്തവുമായ ചോദ്യങ്ങളിലൂടെയും അവധാനതയോടെയുള്ള അവതരണത്തിലൂടെയും സംവാദം മികവുറ്റതാക്കിയതിനാണ് പുരസ്കാരം. മുണ്ടക്കൈ ചുരുളുമല ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിലകപ്പെട്ട കുഞ്ഞിനെയും പ്രിയപ്പെട്ടവരെയും തേടിയലഞ്ഞ വളർത്തുനായുടെ വേദന പകർത്തിയ ദൃശ്യങ്ങൾക്കാണ് അഭിലാഷ് തൊഴുവൻകോട് മികച്ച ക്യാമറാമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. തിരുവനന്തപുരം ബ്യൂറോ ഡെപ്യൂട്ടി ചീഫ് ക്യാമറാമാനാണ് അഭിലാഷ് തൊഴുവൻകോട്. ഫ്ലവേഴ്സിന് 3 പ്രധാന പുരസ്കാരങ്ങൾ ലഭിച്ചു. പുതിയ കലാകാരന്മാർക്ക് അവസരം നൽകി മികച്ച നർമ്മമുഹൂർത്തങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ച ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയാണ് മികച്ച കോമഡി പ്രോഗ്രാം. അർജുൻ വിളയാടിശ്ശേരിയിലാണ് പ്രോഗ്രാം സംവിധായകൻ.
മികച്ച ഹാസ്യാഭിനേതാവായി ഇതേ പ്രോഗ്രാമിലെ പോൾസൺ കൂത്താട്ടുകുളം പുരസ്കാരത്തിന് അർഹനായി. നർമ്മമുഹൂർത്തങ്ങളെയും ഗൗരവമേറിയ ജീവിത സാഹചര്യങ്ങളെയും തന്മയത്വത്തോടെ അവതരിപ്പിച്ച പ്രകടന മികവിനാണ് ഫ്ലവേഴ്സ് സംപ്രേഷണം ചെയ്ത ഹോം സീരിയലിലെ അഭിനേതാവ് ജാനകി മന്ത്ര മികച്ച രണ്ടാമത്തെ നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഫ്ലവേഴ്സ് പ്രേക്ഷകർ നെഞ്ചേറ്റിയ ഉപ്പും മുളകും സീരിയലിലെ അഭിനയത്തിനാണ് ബേബി അമ്മയ്യ മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത്. എനിക്ക് മനസ്സിലായി എവിടോ കറങ്ങാൻ പോകാനുള്ള പരിപാടിയാണെന്ന്. എന്നെ കൂട്ടില്ലെങ്കിൽ ഞാൻ അമ്മൂമ്മ എടുത്ത് പറയും. ജനിച്ച് 3 മാസം പ്രായമുള്ളപ്പോഴാണ് ബേബി അമ്മയ്യ ഉപ്പും മുളകും സീരിയലിൽ കുഞ്ഞു താരമായി എത്തുന്നത്. 24 തിരുവനന്തപുരം. മുതിർന്ന മാധ്യമപ്രവർത്തകനും മുൻ രാജ്യസഭാംഗവുമായ HK ദുവ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഡൽഹിയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മുൻ പ്രധാനമന്ത്രിമാരായ അടൽ ബിഹാരി വാജ്പേയി, HD ദേവഗൌഡ എന്നിവരുടെ മാധ്യമ ഉപദേഷ്ടാവായിരുന്നു HK ദുവ. രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. സംസ്കാരം നാളെ ഡൽഹി ലോധി റോഡ് ശ്മശാനത്തിൽ നടക്കും. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ KP ഉണ്ണികൃഷ്ണന് ഔദ്യോഗിക ബഹുമതികളോടെ വിട. രാവിലെ 9 കോഴിക്കോട് മനാരി ശ്മശാനത്തിലായിരുന്നു സംസ്കാരം. ഇന്നലെയായിരുന്നു KP ഉണ്ണികൃഷ്ണന്റെ അന്ത്യം. നിലപാടുകൾ കൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയനായ പ്രമുഖ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് നേതാവ് KP ഉണ്ണികൃഷ്ണന് രാഷ്ട്രീയ കേരളം വിട നൽകി. KP ഉണ്ണികൃഷ്ണന് അന്ത്യാദരമർപ്പിക്കാൻ 100 കണക്കിന് പേരാണ് പന്നിയങ്കരയിലെ പത്മാലയത്തിൽ എത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, സ്പീക്കർ AN ഷംസീർ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. കോഴിക്കോട് മനാരി ശ്മശാനത്തിലായിരുന്നു സംസ്കാര ചടങ്ങ്. ദേശീയ രാഷ്ട്രീയത്തിൽ തന്റേതായ മുദ്ര പതിപ്പിച്ച KP ഉണ്ണികൃഷ്ണന്റെ ഓർമ്മകൾ ഇനി ബാക്കി. 24 കോഴിക്കോട്. ബീഹാറിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നിതീഷ് കുമാർ മാറിയേക്കുമെന്ന് റിപ്പോർട്ടുകൾ. മുഖ്യമന്ത്രി സ്ഥാനം BJPക്ക് ലഭിച്ചേക്കും. നിതീഷിന്റെ മകൻ നിശാന്ത് കുമാർ ഉപമുഖ്യമന്ത്രിയായേക്കും. നിതീഷ് കുമാറിനെ രാജ്യസഭയിലേക്ക് പരിഗണിച്ചേക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്താണ് നീക്കം. ബീഹാറിൽ നിതീഷ് യുഗത്തിന് അന്ത്യമാകുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ബീഹാറിൽ നേതൃമാറ്റത്തിനുള്ള ചർച്ചകളും സജീവമായത്. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് രാജ്യസഭാ തെരഞ്ഞെടുപ്പിലൂടെ സുഗമമായ ഒരു പദവിയൊഴിയലിന് അവസരമൊരുക്കാനുള്ള ചർച്ചകളാണ് അണിയറയിൽ പുരോഗമിക്കുന്നത്. രാജ്യസഭയിലേക്ക് 5 ഒഴിവുകളുള്ള ബീഹാറിൽ 4 എണ്ണം NDA സ്ഥാനാർത്ഥികൾക്ക് വിജയിക്കാനാകും. ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ അടക്കം 2 സ്ഥാനാർത്ഥികളെ BJP പ്രഖ്യാപിച്ചിരുന്നു. JDUവിന്റെ 2 സീറ്റുകളിൽ ഒന്നിൽ നിതീഷ് മത്സരിക്കാനാണ് നീക്കം. നിതീഷ് കുമാർ പദവിയൊഴിയുമ്പോൾ മകൻ നിശാന്ത് കുമാറിനെ ഉപമുഖ്യമന്ത്രിയാക്കാനാണ് ധാരണ. നിലവിലെ ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൗധരി മുഖ്യമന്ത്രിയാകും. അടുത്ത വർഷം ജൂലൈയിൽ നടക്കാനിരിക്കുന്ന രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നിതീഷ് കുമാർ ലക്ഷ്യം വെക്കുന്നതായും സൂചനയുണ്ട്. 24 ഡൽഹി. ഖത്തറിൽ പ്രവാസി ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. മലപ്പുറം രണ്ടത്താണി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.